അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ്കളി സമഗ്ര പഠനത്തിന്റെ 8ാം എപ്പിസോഡിന്റെ 2ാം ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞു. ഇനി 8ാം എപ്പിസോഡിന്റെ 3ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് 9ാം എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 8ാം എപ്പിസോഡിന്റെ 3ാം ഭാഗം ഇങ്ങനെ പോകുന്നത്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവർ ഇതിനിടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഇത് പ്രചരിപ്പിക്കുക. 8ാം എപ്പിസോഡിന്റെ 3ാം ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ 2ാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് മൈനസ് പോയിന്റുകളെ കുറിച്ചാണ്. പ്ലസ് പോയിന്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് മൈനസ് പോയിന്റുകളെ കുറിച്ചാണ്. മൈനസ് പോയിന്റുകൾ എന്തെല്ലാം? നമ്മൾ പ്ലസ് പോയിന്റുകൾ പറഞ്ഞ നേരെ വിപരീതങ്ങൾ നമുക്ക് മൈനസ് പോയിന്റുകളായി പരിഗണിക്കപ്പെടാവുന്നതാണ്. ഒന്ന്, പെർഫെക്ഷൻ കുറവ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, പെർഫെക്ഷൻ എന്നുള്ളത് ടോട്ടലി ബാധിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ കാര്യത്തിലും കൃത്യമായിട്ടുള്ള പൂർണ്ണമായ അവതരണത്തിന്റെ പേരാണ് പെർഫെക്ഷൻ. ഈ പെർഫെക്ഷൻ എന്നുള്ളത് ആദ്യം കൊടുത്തുവെങ്കിലും അവസാനവും ആദ്യവും കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. രണ്ടാമതായി വൃത്തിയില്ലായ്മ, അലക്ഷ്യമായിട്ട് കളി, വൃത്തിയില്ലായ്മ, റൗണ്ടിൽ കളിക്കുന്ന കളികളൊക്കെ എന്തെല്ലോ റൗണ്ട് അങ്ങനെ ലൈനാണെങ്കിൽ വൃത്തിയില്ലാത്ത രീതിയിലുള്ള ലൈനുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക, അതൊക്കെ ഒരു കുറവാണ്. അപ്പോ 4ാമതായിട്ട് വശ്യത കുറവ്. വശ്യത വളരെ ആവശ്യമാണ്. കാരണം ടീം അവതരിപ്പിക്കുമ്പോൾ സദസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല. അത് ടീമിന്റെ അവതരണത്തിന്റെ കഴിവാണ്. ഓഡിയൻസിനെ പൂർണ്ണമായി അത് ടീമിന്റെ അവതരണത്തിന്റെ ക്വാളിറ്റിയും അത് അവതരണത്തിന്റെ മികവുമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതാണ് വശ്യത കുറവ് എന്ന് പറയുന്നത്. വശ്യത കുറവ് പ്രശ്നമാണ്. അതുപോലെ തന്നെ അവതരണത്തിലെ നിലവാരക്കുറവ്. അവതരിപ്പിക്കുന്നുണ്ട്, അത് അവരെങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു, അതുപോലെ ഒരു നിലവാരം തകർച്ച, അത് മൈനസായി പരിഹരിക്കപ്പെടും. ഇതൊക്കെ വായിക്കണമെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഗാധമായ അറിവും ഈ കലയിലുള്ള എക്സ്പീരിയൻസുമാണ്. ഇന്ന് പലരും നമുക്കറിയാം, നിർണയ രംഗത്തുള്ള ചിലരൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് അഗാധമായ വിവരങ്ങൾ അവർ ആ ഫീൽഡിൽ വർക്ക് ചെയ്ത അറിവുകളുണ്ടെങ്കിലും അതിനപ്പുറത്ത് ഇതിലുള്ള എക്സ്പീരിയൻസ്, അഗാധമായ ഇതിനെക്കുറിച്ചുള്ള ചിന്താധാര, അവരുടെ ചിന്താമണ്ഡലം അത്രയും ആഴത്തിൽ ഈ വിഷയങ്ങളിലേക്ക് ആഴ്ചകൊണ്ടുള്ള ഒരു പഠനത്തിന്റെ അഭാവം പലരും നമുക്ക് കാണുന്നത് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും നമുക്ക് ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ഇങ്ങനെ പഠനത്തിൽ പൂർണ്ണമായ രീതിയിലുള്ള ആളുകളുടെ ചില വിധികളെ പലപ്പോഴും പഠിക്കുകയും അവർക്കെതിരെ ക്രിയാഭിഷേകങ്ങളും ഒക്കെ നടത്തപ്പെടാറ് സ്വാഭാവികമാണ്. അത് അവരുടെ അറിവ് കുറവ് കൊണ്ട് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം ഞങ്ങൾക്കൊരു ചരിത്രം ഓർമ്മ വരുന്നത്, ഹല്ലാജ് റളിയല്ലാഹു അൻഹു തങ്ങളെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിക ശരീഅത്ത് കോടതി വിധിച്ചു. കാരണം ശരീഅത്ത് വിരുദ്ധമായ പ്രസ്താവനകൾ അവർ അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കോടതി വിധിക്കപ്പെടുന്നത്. അപ്പോ കൊല്ലപ്പെടുന്ന ദിവസത്തിൽ ഹല്ലാജ് അവരെ കൊണ്ടുവന്നുകൊണ്ട് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർക്ക് അവസാന സമയത്ത് പറയാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ഹല്ലാജ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് ഇതാണ്: അല്ലാഹുവേ, ഈ ആളുകൾക്ക് എനിക്കറിയിച്ചു തന്നത് ഈ ആളുകൾക്ക് നീ അറിയിച്ചിരുന്നു, എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. അതല്ലെങ്കിൽ അവർക്ക് നീ മറച്ചു വെച്ച അറിവ് എനിക്ക് നീ മറച്ചു വെച്ച് ഇരുന്നുവെങ്കിൽ ഈ അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു എന്ന് ഹല്ലാജ് റളിയല്ലാഹു അൻഹു ആളുകളെ നോക്കി പറയുകയുണ്ടായി. അത് ആധ്യാത്മിക പൊരുളുകളുടെ തുറന്ന വിശാലമായ അറിവിൽ നിന്ന് പലതും അവർ വിളിച്ചു പറയുന്ന സമയത്ത് ഹൃദയം തുറക്കാത്ത ആളുകൾ അത് തെറ്റിദ്ധരിക്കുകയും അതിനെതിരെ അവരുടെ നിയമങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ആ ഒരു സാഹചര്യമാണ് ഹല്ലാജ് റളിയല്ലാഹു അൻഹു വന്നത്. അപ്പൊ എന്നതുപോലെ ഈ അഗാധമായ അറിവുള്ള ആളുകൾ വളരെ കൃത്യമായ, വളരെ പക്വമായ, ആരുടെയും മുമ്പിൽ തല കുനിക്കാത്ത രീതിയിൽ ധൈര്യസമേതം വിധിക്കുന്ന സമയത്ത് പല ടീമുകളും പലതിന്റെയും പേരിൽ സുഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഓടുന്ന പലരും അവർക്ക് ഇവരുടെ മുന്നിൽ ഒരു രക്ഷയുമില്ലാത്ത സമയത്ത് ഇവർക്കെതിരെ കുപ്രചരണം നടത്തുകയും ഇവരുടെ വേദി തടയലുകളും ഇവർക്കെതിരെ പ്രചരണങ്ങൾ നടത്തിയും ഇവർക്കെതിരെ കൂടാലോചന നടത്തിയും ഒക്കെ പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ സത്യം എന്നും അത് പത്തരമാറ്റോടുകൂടി പുറത്തു വരും. ഇതൊരു സത്യമാണ്, അതാണൊരു സത്യം, അതേ സത്യമുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മളെ ഈ കലാരംഗവും അധപ്പതിക്കുന്നതിന്റെ ചില കാഴ്ചകളൊക്കെ പലപ്പോഴും കാണപ്പെടാറുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് മക്കള് അതിന്റെ ഒരു അറിവ് കുറവ്, അവരുടെ പ്രായത്തിന്റെ പക്വത കൊണ്ടൊക്കെ ആയിരിക്കാം. അല്ലാഹു എല്ലാവരും നന്നാക്കട്ടെ. അപ്പോൾ അതങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് ഇസ്ലാമിക് വേദികളാണ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ കലയെ കൊണ്ടുപോകണം. ക്ഷമയോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടു കൂടി കൊണ്ടുപോകണം. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെയാണ്. മൈനസുകളെ സംബന്ധിച്ച് കുറെ പറയാനുണ്ട്. പലതും നമുക്ക് സാന്ദർഭികമായി ചർച്ചയിൽ സംസാരത്തിൽ കൊണ്ടുവരാവുന്നതാണ്. തൊപ്പി വീഴുക, തെറ്റ് വീഴുക, തെറ്റ് കീറുക, അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വസ്ത്രത്തിൽ നിലക്ക് വേദിയിൽ ടീമെത്തുക,
അങ്ങനെ തുടങ്ങിയ പല രീതിയിൽ പാട്ട് ആലാപന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വരാം. ആലാപനത്തിൽ വരുന്ന വിഷയങ്ങൾ, സ്ക്രാച്ചുകൾ, തൊണ്ടയുടെ ഇടർച്ചകൾ, അതുപോലെ തന്നെ ശ്രുതി വേരിയേഷൻസ്, അതൊക്കെ പൊതുവെ അതൊക്കെ തന്നെയാണ് വരാൻ സാധ്യത, ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാത്തും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.